വാർത്തകളിലേക്ക്. കേരള കർഷക സംഘം വണ്ടൻമേട് ഏരിയ സമ്മേളനം ആനവിലാസ് നടന്നു. പ്രകടനത്തിനും പതാക ഉയർത്തലിനും ശേഷം ആനവിലാസം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ സമ്മേളനം ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നതിന് മുന്നോടിയായാണ് കേരള കർഷക സംഘം വണ്ടൻമേട് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. കാർഷിക വിളകളുടെ വിലക്കുറവ് സംബന്ധിച്ചും രാസവളങ്ങളുടെ ഭീമമായ വിലവർധന ഉൾപ്പെടെ കർഷകർ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെക്കുറിച്ചും സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു. കർഷക സംഘം വണ്ടൻമേട് ഏരിയ പ്രസിഡന്റ് സിബി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. രാസവള വില വർധനവ് നമ്മളെ നേരിട്ട് ബാധിച്ചതിൽ പെട്ടെന്ന് കൂടിയതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം യുദ്ധം അതിനൊരു കാരണമാക്കി മാറ്റി. പക്ഷേ അതുകൊണ്ടൊരു ലാഭം ആരും കൂടുതലുണ്ടാക്കും? ആരുണ്ടാക്കും? കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാകും. ഇപ്പൊ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ഏതാണ്? കീടനാശിനി വളം കച്ചവടം കേട്ടോ, അല്ലേ? നമ്മുടെ ആളുകൾ ഇപ്പൊ കച്ചവടക്കാരുണ്ട്, ഏജൻസി എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അത് തെറ്റൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഏരിയ സെക്രട്ടറി തന്നെ നല്ലൊരു സമ്മേളനത്തിന് മുന്നോടിയായി ആനവിലാസം ടൗണിൽ പ്രകടനവും നടന്നു. മുതിർന്ന കർഷകൻ MK രവി മണ്ണുശ്ശേരിയിൽ പതാക ഉയർത്തി. CPIM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗവും ഡിണ്ടിക്കൽ MPയുമായ സച്ചിദാനന്ദം മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. റോയ് വർഗീസ് പ്രസിഡന്റ്, സിബി എബ്രഹാം സെക്രട്ടറി, AL ബാബു ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TK ഷാജി, CPM ഏരിയ സെക്രട്ടറിമാരായ TSBC മാത്യു ജോർജ്, DYFI ജില്ലാ സെക്രട്ടറി S സുധീഷ്, കർഷക സംഘം നേതാക്കളായ ബിജു കൊല്ലമല, സുരേന്ദ്രൻ കുടിലുമറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.